അല്ല, നമ്മൾ റിയാലിറ്റികളെ തമസ്കരിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതുകൊണ്ട് എന്ത് കാര്യം? ഇപ്പം നമ്മളെ മുമ്പിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് ഈ വീടുകളെല്ലാം, ഈ മനുഷ്യരെല്ലാം. അവർക്ക് സാനിറ്റേഷൻ സൗകര്യമില്ല, അവർക്ക് അടിച്ചുറപ്പുള്ള വീടില്ല, അവർക്ക് ലൈവ്ലിഹുഡില്ല, അവർക്ക് ജീവിത സംധാരണത്തിനുള്ള വഴിയില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമായി നിലനിൽക്കെ ഒരു ഗവൺമെൻറ് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ വർത്തമാനം പറയുന്നത്? അപ്പോൾ അതിലൊന്നും ഒരു കഥയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ശുദ്ധ നുണ പ്രചരിപ്പിക്കുകയാണ്. നമുക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ നേരാവണം, നന്നാവണം, അതിന് ഗവൺമെൻറ് മുന്നോട്ട് വരണം, അത്രേ കാര്യമുള്ളൂ. ഒരു പ്രഖ്യാപനം നടത്തി അങ്ങ് പോവുകയാണ്. അല്ല, ഇത് ഒരു തെറ്റായ പ്രഖ്യാപനം നടത്തി, ഇതൊരു തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഈ നാട്ടിൽ നിൽക്കുന്ന നിരവധിയായ വീടുകൾക്ക് നേരെ, മനുഷ്യർക്ക് നേരെ, കുടുംബങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണ്. അപ്പോൾ യാഥാർത്ഥ്യം ഇതാ ഇങ്ങനെ നിൽക്കുമ്പോഴും ഒരു ഗവൺമെൻറ് ഇതൊന്നും അല്ല, ഇത് കേരളമൊക്കെ ഉഷാറായി എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ വാക്കല്ല, പോളിസിയാണ് വേണ്ടത്. ഈ ദാരിദ്ര്യം അകറ്റാനുള്ള എന്ത് പോളിസിയാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നാണ് ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ ഒരു പോളിസി എടുത്ത് ഈ ദാരിദ്ര്യം മുക്തമാക്കിയിട്ട് മാത്രമേ, അല്ലെങ്കിലും ദാരിദ്ര്യമുക്തമാക്കലോ അതിദാരിദ്ര്യമുക്തമാക്കലോ ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിലെ ഒരു അതിശയോക്തിയും അതിലെ പരിഹാസ്യതയും ഗവൺമെന്റ് ഇനിയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഒരു പ്രാക്ടിക്കൽ ആകാത്ത കാര്യം നടത്തി ജനങ്ങളെ ഒട്ടും റിയലിസ്റ്റിക് അല്ല. ഇതിൽ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല.